ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്പഗേത്തിയുമായിട്ടാണ്. അപ്പോൾ ഈസിയാണ്, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു അര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂണോളം ഓയിലിട്ട് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് സ്പഗേത്തി അധികം തമ്മിൽ ഒട്ടാണ്ടിരിക്കും. അതിനായിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ടെൻ ടു 15 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ സ്പഗേറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് ഞാൻ വെള്ളം നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്പഗേറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മസാല പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. ഇനി ഇതിനായിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുന്ന സമയത്ത് ചിക്കൻ്റെ കളറ് ചേഞ്ച് ആയിട്ടൊരു വൈറ്റ് കളറാവും. അപ്പോൾ അത് പകുതി വെന്തതായിട്ടാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ചിക്കൻ മൂപ്പിച്ചെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കി എല്ലാ മസാലകളും ഉണ്ടാക്കുന്നത്. ഇനി ചിക്കൻ്റെ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന അതിൻ്റെ സ്മെല്ലൊക്കെ മാറുന്ന ടൈമിൽ കുറച്ച് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ച് മാത്രം മതി, കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കുറച്ച് ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറ് മാറുന്ന ടൈമിൽ നമുക്കതിലേക്ക് വറുത്ത് കോരി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ സ്മെല്ലെല്ലാം ഉള്ളിയും വെളുത്തുള്ളിയുടെയും സ്മെല്ലൊക്കെ ഇതിൽ നന്നായി പിടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ക്യാപ്സിക്കം ഒരിക്കലും ഒത്തിരി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാലയാണ്. ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. അതിനുശേഷം അതിലേക്ക് ചില്ലി ഗാർലിക് സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഗാർലിക് സോസ് ഓപ്ഷണലാണ് കേട്ടോ. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം വിട്ടാൽ മതി. കാരണം നമ്മൾ വെളുത്തുള്ളിയും ടൊമാറ്റോ പേസ്റ്റൊക്കെ ഇതിലിടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇത് ഉള്ളത് കൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അത് നല്ലൊരു ടേസ്റ്റിയാണ്. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമ്മൾ അതിലേക്ക് സ്പഗേത്തി ഇട്ട് കൊടുക്കുകയാണ്. സ്പഗേത്തി ഇട്ടിട്ട് ഇളക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി നമ്മൾ സ്പൂണും കൊണ്ട് മിക്സാക്കി അത് ഒത്തിരി ഉടഞ്ഞു പോവാത്ത രീതിയിൽ, എന്നാൽ എല്ലാ സ്ഥലത്തും മസാല എത്തുന്ന രീതിയിൽ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതിന് മുന്നേ നമുക്ക് ഒരു സാധനം കൂടി ഇതിലേക്ക് ഇടാനുണ്ട്. കുറച്ച് ചാറ്റ് മസാലയാണ്. അത് ഒരു 3/4 സ്പൂണോളം നിങ്ങൾക്ക് ഇടാൻ പറ്റും. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ആക്കുക. അതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പഗേത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒത്തിരി നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യാൻ നോക്കേണ്ടത് ചാറ്റ് മസാലയാണ്. അതുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എല്ലാവരുടെയും കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.